ഹായ്, നമ്മൾ ഇന്ന് പറയുവാനായിട്ട് പോകുന്നത് ഒരു ഒറിജിനൽ സംഭവമാണ്. ഇതിനാസ്പദമായ ഒരു കാര്യമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൻ്റെ കീഴെ വന്നിട്ട് ഒരു പുരുഷൻ അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വിഷമകരമായ ഒരു കാര്യം അവതരിപ്പിച്ചു. അത് മറ്റൊന്നുമല്ല, 28 വർഷത്തോളമായിട്ട് അയാളുടെ ഭാര്യയുമായിട്ട് ശാരീരിക ബന്ധമില്ല. അപ്പോൾ ഭാര്യയ്ക്ക് ഇതിന് താല്പര്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം ഓർത്തപ്പോഴും ഞാൻ ഓർത്തു, 28 വയസ്സെന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് അത്യാവശ്യം നല്ല പ്രായമുണ്ട്. എന്നാൽ എനിക്കറിയാവുന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രായം ഒരു 48 വയസ്സേ ഉള്ളൂ. മോൾക്കൊരു 11 വയസ്സുമുണ്ട്. അപ്പോൾ ഏകദേശം 12 വർഷമായിട്ട്, അതായത് മോളെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന ആ സമയം മുതൽ ഇന്ന് വരെ ഇവരുടെ ഇടയിൽ ദാമ്പത്യ ബന്ധമില്ല, അല്ലെങ്കിൽ ശാരീരിക ബന്ധമൊന്നുമില്ല. രണ്ടുപേരും ഒരു വീട്ടിൽ ഉണ്ണുകയോ ഉറങ്ങുകയോ മക്കളെ വളർത്തുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും പുരുഷനാണെങ്കിലും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഈ വിവാഹം എന്നുള്ള പറഞ്ഞ കാര്യം എന്താ, ഇതൊക്കെ കൂടെ കൂടിയതാണ്. അല്ലാണ്ട് ഇത്തിരി നേരം കിടക്കുക, ഉറങ്ങുക, കൊച്ചു വർത്താനം പറയുക, അല്ലെങ്കിൽ പിള്ളേർക്ക് ഭക്ഷണം ഉണ്ടാക്കി, തുണി അലക്കി കൊടുത്തു, അതൊക്കെ മതിയെന്ന പല സ്ത്രീകളും ചിന്തിച്ച് വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെ താല്പര്യം ഇല്ലാണ്ട് വരും. ചുരുക്കം ചില പുരുഷന്മാർ ഇങ്ങനെയൊക്കെ ആട്ടോ. അപ്പോൾ ഇല്ല, പ്രശ്നം ഒരു മനുഷ്യനായിട്ട് ജനിക്കുന്ന, മനുഷ്യനൊരു മൃഗമാണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ സാധാരണ ഇതിൽ മനുഷ്യനായിട്ടുള്ളവർക്കൊക്കെ ഈ വികാരമുണ്ട്. കൂടുതലുള്ള കന്നുകാലിക്ക് അല്ലെങ്കിൽ ബോധമില്ലാത്തതിന് ഇത് മനസ്സിലാക്കാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം എന്നാണെന്നറിയോ, ഇവർക്ക് ഇതിന് താല്പര്യമില്ലെങ്കിൽ ഓക്കെ, എൻ്റെ ഭർത്താവ് ഭാര്യയോ അവരൊരു മനുഷ്യരാണ്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കണം. അത് ഇവർക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം എൻ്റെ കെട്ടിയോനോ ഇല്ലെങ്കിൽ എൻ്റെ ഭാര്യ എൻ്റേതാണ്, ഇവർക്ക് ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തു കൊടുക്കാൻ മനസ്സും ഇല്ല, കഴിവുമില്ല. ഇതിൻ്റെ അർത്ഥം ഇതിൻ്റെയാണ്, ഇവർക്ക് എന്തോ ശാരീരികമോ മാനസികവുമായ പ്രശ്നം കാരണം ഒരു പങ്കാളി എന്താണ്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്താണ്, പുരുഷൻ എന്താണ്, വിവാഹ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ചിന്താശേഷിയില്ലാത്ത ചില കഴുതുകൾ മാത്രമാണ് ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ തെറ്റ്, നിങ്ങൾ പോകുന്നത് ശരിയല്ല, ഇങ്ങനെ പോകണമെന്ന് ആരെങ്കിലൊക്കെ പറഞ്ഞു കൊടുത്താൽ ഈ പറഞ്ഞു കൊടുക്കുന്ന ആളുകളെ വളരെ പുച്ഛത്തോടെ മാത്രം ചിന്തിക്കുകയും മോശമാണെന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത്, ഈ ഭാര്യ കൂടെ കിടക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇവളാണെങ്കിൽ ഒടുക്കത്തെ സംശയരോഗിയാണ്. എന്തിനേറെ പറയുന്നു, ഇവളുടെ സ്വന്തം ചേച്ചി ഭയങ്കര സുന്ദരിയാണ്, സ്മാർട്ടാണ്. ഈ ചേച്ചി ഇവളുടെ ഭർത്താവിനോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവളുടെ മനസ്സിൽ വരുന്ന ചിന്ത എന്താണ്, ഉടനെ എൻ്റെ കെട്ടുവിൻ്റെ പറയുക. കെട്ടുവിന് ഏതെങ്കിലും പെണ്ണുങ്ങളെ ജോലി സംബന്ധമായിട്ട് അല്ലാണ്ട് വിളിച്ചാലത്തെ പ്രശ്നം എല്ലാം കാമുകിമാരെന്നാണ് ധരിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് വീട്ടിൽ കിടന്ന കെട്ടിയവനെ സംശയിക്കുന്നു, വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്നു, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത്, ഇവള് സ്വന്തം കുറ്റം മറച്ചു വെക്കാൻ, അല്ലെങ്കിൽ ചേച്ചിയും അവളുടെ ഭർത്താവും തമ്മിൽ അവിഹിത ബന്ധം കണ്ടുണ്ടെന്ന് പേടിച്ചിട്ട് ഇവള് ചേച്ചിയുടെ കുറ്റങ്ങൾ ഉള്ളതും ഇല്ലാത്തതുമായ, അതായത് ചേച്ചി മഹാമോശമാണ്, തല്ലിപ്പൊളിയാണ്, അവിഹിത ബന്ധമുണ്ട്, അവൾക്ക് കുറേ പരപുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ട്, ഭയങ്കര വൃത്തികെട്ടവളാണ്, ഇങ്ങനെയൊക്കെ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് അല്ലെങ്കിൽ അവളുടെ കെട്ടിയതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവരെ തമ്മിൽ തെറ്റിക്കാനും ആകത്താനുമാണ് ഈ പൊട്ടി ശ്രമിക്കുന്നത്. ഇത്തരത്തിലുള്ള വിവരം കെട്ട സ്ത്രീകൾ ഉള്ള, അല്ലെങ്കിൽ പങ്കാളികളുള്ളവരുടെയൊക്കെ പറയണേ, ഒന്നുകിൽ നിങ്ങളുടെ പങ്കാളി ഉപേക്ഷിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി ജീവിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയെ അവരൊരു മനുഷ്യരായിട്ട് ജീവിക്കാൻ അനുവദിക്കുക. നിങ്ങൾ കൊടുക്കുന്നില്ലേ, അവർക്ക് ആവശ്യമുണ്ട്, അവരെവിടെയെങ്കിലും പോയി നടത്തട്ടെ, നിങ്ങൾ എന്തിനെ തടസ്സം നിൽക്കുന്നേ? അവർക്ക് ആരോഗ്യമുള്ള മനുഷ്യരുണ്ട്, ആരോഗ്യമുണ്ട്, വികാരമുണ്ട്, വിചാരമുണ്ട്, ചിന്തയുണ്ട്. ഇതൊന്നും അവരുടെ തെറ്റല്ല. നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് ഒരാളുടെ ജീവിതം നശിപ്പിക്കാൻ നിങ്ങൾക്ക് ആരാണ് അനുവാദം തന്നത്? ചുരുക്കം ചിലരുടെ പേടി എന്താണ്, 2-3 പിള്ളേരൊക്കെ കാണും, ഇനി പിള്ളേരെങ്ങാനും ഉണ്ടായാൽ അവരെ പഠിപ്പിക്കണം, അതൊരു ബാധ്യതയാവും, ഇല്ലെങ്കിൽ ഇനി പ്രസവിക്കാൻ വയ്യ. ഇതിനൊക്കെ സപ്പോർട്ട് നിൽക്കുന്ന ചില വിവരം കെട്ട പേരൻസുമുണ്ട്. സത്യത്തിൽ പല വ്യക്തികളുടെയും ദാമ്പത്യ ജീവിതം നശിപ്പിച്ച് കളയുന്നതിന് ഈ പേരൻസിൻ്റെ അനാവശ്യമായ ഇടപെടലിനും ഉപദേശത്തിനൊക്കെ വല്ലാത്ത സ്വാധീനവും ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കാതിരിക്കുക. അതുപോലെ ഒരു മരുമകനായാലും മരുമകളായാലും ഈ അമ്മമാർ അല്ലെങ്കിൽ വീട്ടുകാർ അവരുടെ സ്വന്തം മക്കളായിട്ടൊക്കെ സ്നേഹിക്കാനും സ്വീകരിക്കാനും അംഗീകരിക്കാനൊക്കെ പഠിക്കണം, ഇല്ലെങ്കിൽ കെട്ടിച്ച് കൊടുക്കരുത്. എന്തായാലും ആകട്ടെ. അപ്പോൾ ഈ പൊട്ടിയുടെ, ഇല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് പറഞ്ഞ ആ പൊട്ടിക്കളിയുടെ കുഴപ്പം എന്താണ്, അവൻ സുമുഖനും സുന്ദരനും ആരോഗ്യവാനുമായ ഒരു യുവാവായതുകൊണ്ട് അവനിഷ്ടം പോലെ ഫ്രണ്ട്സിനുണ്ടാക്കുകയും അവരോടൊത്ത സമയം രസകരമായിട്ട് സന്തോഷകരമായിട്ട് ചെലവഴിക്കുകയും ചെയ്യുന്നുണ്ട്.
ഇത് കാണുമ്പോൾ പാവം ഭാര്യയുടെ നെഞ്ചി വിടുന്ന് കുത്തിപ്പറിക്കുക. എൻ്റെ കെട്ടിനെ ആരെയോ വിളിക്കുന്നു, എൻ്റെ കെട്ടിനെ അവളെയാണ് വിളിക്കുന്നത്. വേറെ ആരെങ്കിലും വിളിച്ചാൽ എൻ്റെ ചേട്ടത്തിനെയാണോ വിളിക്കുന്നത്? അപ്പുറത്തെ ആളെയാണ് വിളിക്കണേ, അടുത്ത വീട്ടിലെ ചേച്ചീനെയാണോ വിളിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര സംശയത്തിലിരിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ളവരോടൊക്കെ പറയുന്നത്, എൻ്റെ പൊന്നു പെണ്ണുങ്ങളെ, നിങ്ങളുടെ ഈ സാധനമൊക്കെ പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഉപയോഗിക്കേണ്ട സാധനം ഉപയോഗിക്കാൻ കൊള്ളത്തില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് കുറച്ച് ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കായപ്പൊടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കണ്ണിമാങ്ങ അച്ചാറിടാനായിട്ട് ആ ഭാഗം ഉപയോഗിക്കുക. അപ്പോൾ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം വരുമല്ലോ, നിങ്ങൾക്ക് ഒരു സുഖം കിട്ടും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉപയോഗമൊന്നും ഇല്ലാണ്ട് വെച്ചേക്കുക. അപ്പോൾ അതിൽ കുറച്ച് കണ്ണിമാങ്ങ ഇങ്ങനെ അച്ചാറിട്ടാൽ ഭാവിയിൽ അത് ഉപകരിക്കും. ഇത്തരക്കാരെ കൗൺസിലിങ്ങിനായിട്ട് ചില ആളുകളെ കൊണ്ടുപോയി അച്ഛന്മാരോ സിസ്റ്റേഴ്സോ ഫാമിലി കൗൺസിലേഴ്സോ ആരുടെ അടുത്ത് കൊണ്ടുപോയാലും ഇവരുടെ തെറ്റ് തിരുത്താൻ തയ്യാറല്ല. രണ്ടാമത്തെ കാര്യം, ഇത്തരക്കാരുടെ ഏറ്റവും വലിയ കുഴപ്പം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭയങ്കര വിശുദ്ധരും നല്ലവരാണെന്നും ബാക്കി എല്ലാവരും മഹാമോശക്കാരാണെന്നും പൊട്ടന്മാരാണെന്നും അവിഹിതത്തിലേക്ക് പോകുന്ന ആളുകളാണെന്നും ചിന്തിക്കണം. യഥാർത്ഥത്തിൽ ഈ തെണ്ടികൾ ഇല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പങ്കാളികൾ കയ്യിലിരിക്കുന്നതുകൊണ്ടല്ലേ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തി അവരുടെ കാര്യങ്ങൾ നടക്കാത്തതുകൊണ്ടായിരിക്കാം മറ്റു ബന്ധങ്ങളിലേക്ക് പോകണേ. അപ്പം അതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇവരാണ്. അതായത് അവിഹിത ബന്ധത്തിന് പരപുരുഷനെയോ പരസ്ത്രീയോ തേടിപ്പോകാൻ ഇടയാക്കുന്നത് ആരാണ്? ഇങ്ങനത്തെ അവിഞ്ഞ പണ്ടാരങ്ങളാണ്. അപ്പോൾ അത്തരക്കാർക്ക് അവരുടെ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അവിഹിത ബന്ധത്തിന് പോയെന്ന് പറയാൻ പറ്റുമോ? കുറ്റപ്പെടുത്താൻ അവകാശമുണ്ടോ? ഇല്ല. കാരണം അവർ ചെയ്യേണ്ട കടമ അവർ വൃത്തിയായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് അവരുടെ പങ്കാളി മറ്റ് കാര്യങ്ങൾക്കായിട്ട് പോകുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ബോധമില്ലാത്തവർ ഒന്നുകിൽ ചെയ്യേണ്ട കാര്യം വിവാഹം കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ആ സാധനത്തിനകത്തോട്ട് കുറച്ച് കണ്ണിമാങ്ങൊക്കെ അച്ചാറിടുക. ഇനി നേരെ വരച്ച് ഒരു പുരുഷനാണ് അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ആ ഉപകാരമില്ലാത്ത സാധനം വെറുതെ എന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? അതിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് കൊത്തി ഞുറുക്കി മട്ടൻ ചാപ്സ് ഒക്കെ വെക്കുന്ന പോലെ വെച്ചിട്ട് വല്ല കറിയും വെച്ച് വല്ല പട്ടിക്കുഞ്ഞിനോ ഒരു നേരം കോഴിക്കൊക്കെ ഇട്ട് കൊടുത്താൽ അതിനെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവും. കാരണം ആവശ്യമില്ലാത്തൊരു സാധനമാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ പലരും വല്ലാത്ത വിഷമത്തോടെ പങ്കാളികളുടെ കാര്യങ്ങളെക്കുറിച്ച് വന്ന് പരിതപിക്കാറുണ്ട്. ഇവരോടൊക്കെ പറയുവാനുള്ള ഒരു ചെറിയ മറുപടിയായിട്ട് ഇതിനെ കൂട്ടിയാൽ മതി. അപ്പം ഈ വ്യക്തിയുടെ അടുത്ത് നമ്മൾ മേൽ പറഞ്ഞ വ്യക്തിയെ ഒരു അച്ഛൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ട് ഒരു കഥ കൂടെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കൗൺസിലിംഗ് കൊണ്ടായി. അപ്പോൾ ഇവൾക്ക് ചെറിയ ഭർത്താവിൻ്റെ ഒപ്പം കിടക്കാൻ താല്പര്യമില്ല. അച്ഛൻ കിളിക്കിളി ചോദിച്ചു. അവസാനം ചോദിച്ചു, ഇവർക്കൊരു മോനുണ്ട്, രണ്ട് ആൺകൊച്ചുങ്ങളും ഒരു പെൺകുട്ടിയും കണ്ട. അപ്പോൾ ചോദിച്ചു, മോനെ കുളിപ്പിക്കുകയും കൂടുതൽ കിടക്കുകയും. ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ 15 വയസ്സായ ചെക്കനുണ്ട് ഒരു മൂത്തത്, പിന്നത്തെ ഒരു 12 വയസ്സുള്ളതാണ്, പിന്നത്തെ ചെറുത്. അപ്പം ഈ പിള്ളേരെയൊക്കെ കൂടുതലിട്ടുണ്ടോ ഈ വൃത്തിയിട്ടോളം കിടക്കുള്ളൂ, കെട്ടിൻ്റെ കൊടുത്ത് പോയി കിടക്കല. അവസാനം അച്ഛൻ ചോദിച്ചു, നിനക്ക് ഭർത്താവിനോട് താല്പര്യമില്ലെങ്കിലും കൊച്ചു കുട്ടികളെ മക്കളെ കുളിപ്പിക്കുമ്പോൾ നിനക്ക് ആ ലൈംഗിക വികാരം ഉണ്ടാകാറുണ്ടോ? അച്ഛൻ്റെ ആ ചോദ്യത്തിൽ ഉടനെ പുള്ളിക്കാരി അങ്ങ് തകർന്നു പോയി. പിന്നത്തെ ദിവസം പോലെ പറഞ്ഞു, അച്ഛൻ ഭയങ്കര വൃത്തികെട്ടവനാ. അച്ഛൻ ചോദിച്ചാൽ ചിലർക്ക് ഭർത്താക്കന്മാരോട് താല്പര്യമില്ലെങ്കിൽ കൊച്ചു പിള്ളേരുടെ ശരീരത്തൊക്കെ തൊടുമ്പോൾ ഒരു ആത്മസംതൃപ്തിയോ ആത്മഹർഷമോ ഒക്കെ അങ്ങനെ തോന്നുന്ന ചില സ്ത്രീകളുമുണ്ട്. അത്തരം വൃത്തികെട്ടവളാണോ ഇവള് എന്നറിയാനേ ചോദിച്ചേ. പക്ഷേ ഈ ചോദ്യം ചോദിച്ച അച്ഛനാണ് തെറ്റുകാരി. ഇതേപോലത്തെ ഒരു ചോദ്യം ഒരു വൈദികനെ കൊണ്ട് ചോദിക്കാൻ ഇടയാക്കിയ ഇവളാണോ മന്ദബുദ്ധി അല്ലെങ്കിൽ തെറ്റുകാര് എന്നുകൂടെ നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ കാടടച്ച് വെടിവെക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിലും ഒരാളൊരു ചോദ്യം ചോദിച്ചു, ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും ഉപദേശം കൊടുത്താൽ ഉപദേശം കൊടുക്കുന്നവർ വൃത്തികെട്ടവരായതുകൊണ്ടോ മോശക്കാരായതുകൊണ്ടൊന്നും അല്ല, നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ്. അതേപോലെ തൊടുന്നതിനും പിടിക്കുന്നതിനൊക്കെ സംശയമായിട്ട് നടക്കുന്നവർ അവരുടെ ജീവിതവും ഒപ്പം നിൽക്കുന്ന ആളുടെ ജീവിതവും നശിപ്പിച്ച് കളയത്തുള്ളൂ. അപ്പോൾ അവരുടെ പങ്കാളികൾ തെറ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവരാണെങ്കിലും എത്ര നല്ലവരാണെങ്കിലും അവനോനെ സന്തോഷവും സുഖമൊക്കെ കിട്ടുന്നോടത്തോട്ട് സ്വാഭാവികമായിട്ട് പോകും. അതാരുടെയും തെറ്റല്ല. അങ്ങനെ ചെയ്തില്ലെങ്കിലാണ് തെറ്റെന്ന് വേണം നമുക്ക് പറയാൻ. തീർച്ചയായിട്ടും അവനവൻ്റെ ശരീരത്തിനും മനസ്സിനും സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ, ദൈവം ഭൂമിയിൽ തന്നിരിക്കുന്ന സമയങ്ങൾ മനോഹരമായിട്ട് ചിലവഴിക്കാനുള്ള ഉത്തരവാദിത്വം അവനവന് തന്നെയാണുള്ളത്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊന്നും അവിഹിത ബന്ധം ഉണ്ടായാൽ പോലും അതിൽ തെറ്റ് എന്ന് പറയുവാൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാണെന്ന് പറഞ്ഞു വന്നത്. അപ്പോൾ ഇത്തരക്കാർക്കൊക്കെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെയൊക്കെ ജീവിക്കാം. ഇതിൻ്റെ അവിഹിതം ആണ്, തെറ്റാണ്, പാവമാണെന്നൊന്നും പറഞ്ഞാൽ ആരും ഇറങ്ങണ്ട. പാവം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ആരാണ്? ഇവരുടെ ഈ വൃത്തികെട്ട പങ്കാളികളാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വിഷയമൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. ടാറ്റാ.